ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 13-ാം അധ്യായം. ഇതിൽ 9-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കത് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ത്രയോദശോऽധ്യായः. സൂത ഉവാച നിശമ്യ കൗഷാരവിണോപവർണിതം ധ്രുവസ്യ വൈകുണ്ഠപദാധിരോഹണം പ്രരൂഢഭാവോ ഭഗവത്യഥോക്ഷജേ പ്രഷ്ടും പുനസ്തം വിദുരപ്രചക്രമേ. വിദുര ഉവാച കേ തേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുവ്രത കസ്യാൻവവായേ പ്രഖ്യാത കുത്ര വാ സത്രമാസദ. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം യേന പ്രോക്തക്രിയായോഗഃ പരിചര്യാവിധിർഹരേഃ. സ്വധർമ്മശീലൈः പുരുഷൈർഭഗവാൻ യജ്ഞപൂരുഷः യുജ്യമാനോ ഭക്തിമതാ നാരദേനേരിതഃ കില. യാസ്തദേവർഷിണാ തത്ര വർണ്ണിതാ ഭഗവൽകഥാ മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കാസ്ന്യേനാജഷ്ടുമർഹസി. മൈത്രേയ ഉവാച ധ്രുവസ്യ ചോത്കലപുത്രപിതരി പ്രസ്ഥിതേ വനം സാർവഭൗമശ്രിയം നൈച്ഛത് അധിരാജാസനം പിതുഃ. സജന്മനോപശാന്താത്മാ നിസ്സംഗഃ സമദർശനഃ ദദർശ ലോകേ വിതതമാത്മാനം ലോകമാത്മനി ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരസൈകാത്മ്യമാനന്ദമനുസന്തതം അവ്യവച്ഛിന്നയോഗാഗ്നിദഗ്ധകർമ്മമലാശയഃ സ്വരൂപമവരുന്ധാനോ നാത്മനോന്യം തദൈക്ഷത. അടുത്ത ശ്ലോകമാണ് നമുക്ക് നോക്കാനുള്ളത്. ജഡാന്ധബധിരോന്മത്തമൂകാകൃതിരതന്മതിഃ ലക്ഷിതപഥിബാലാനാം പ്രശാന്താർച്ചിരിവാനലഃ. ജഡാന്ധബധിരോന്മത്തമൂകാകൃതിരതന്മതിഃ ലക്ഷിതഃ പഥിബാലാനാം പ്രശാന്താർച്ചിരിവാനലഃ. ഇവിടെ ആ ഉത്കലൻ എന്ന് പറയുന്ന പുത്രൻ രാജ്യത്തിൽ യാതൊരു ആസക്തിയും ഒന്നുമില്ലാതെ കണ്ട് ബ്രഹ്മ ആനന്ദത്തിൽ സർവത്തിലും ആത്മാവിനെ ദർശിച്ചുകൊണ്ട് വിരക്തനായിട്ട് ഉള്ള ആളായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ, ആ ഉത്കലനെ കണ്ടപ്പോൾ ഈ അദ്ദേഹത്തെ പറ്റി അറിവില്ലാത്ത ആളുകൾ എന്ത് വിചാരിച്ചു? ജഡാന്ധ ബധിര ഉന്മത്ത മൂകാകൃതി, ജഡനാണെന്ന് ധരിച്ചു. അതായത് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ആൾ, ജഡൻ, ശക്തിയില്ലാത്ത ആൾ ജഡൻ. അതുപോലെ അന്ധൻ, കണ്ണ് കാണാത്ത ആൾ, ബധിരൻ, ചിലർ പൊട്ടനാണ്, ചിലർ കണ്ണ് കാണാത്ത ആളാണ്. മൂകൻ, ചിലർ സംസാരിക്കാൻ പറ്റാത്ത ആളാണ്. മൂകാകൃതിര തന്മതി, ഇങ്ങനെയൊക്കെ ഉള്ള പോലെ അവർക്ക് തോന്നിച്ചു അദ്ദേഹത്തെ പറ്റി അറിയാത്ത. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രശാന്തനായിരുന്നു. ആ ബ്രഹ്മാനന്ദത്തിൽ പ്രശാന്തനായിട്ട് ആ അഗ്നിയിൽ ജ്വാല നിലച്ച അഗ്നി പോലെ പ്രശാന്താത്മാവായിരുന്നു അദ്ദേഹം. പക്ഷേ സാധാരണക്കാർക്ക് ഇദ്ദേഹത്തെ ഇങ്ങനെ ജഡനും അന്ധനും മൂകനും ബധിരനും ഒക്കെ ആയിട്ടാണ് തോന്നിയത്. അങ്ങനെയാണ് അദ്ദേഹം നടന്നിരുന്നതെന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ജഡ അന്ധ ബധിര ഉന്മത്ത മൂകാകൃതി, ജഡൻ്റെയോ അന്ധൻ്റെയോ പൊട്ടൻ്റെയോ ഊമയുടെയോ ഭാവം പൂണ്ട്. അതന്മതിഹി, അതറിയാത്തവരായിട്ട്. പഥി, വഴിപോക്കരായിരിക്കുന്ന. ബാലാനാം, അജ്ഞരുടെ ഇടയിൽ. പ്രശാന്താർച്ചിത, ജ്വാല നിലച്ച അനലഹ ഇവ, അഗ്നി പോലെ. ലക്ഷിത, അദ്ദേഹത്തെ കാണപ്പെട്ടവനായി. ആ ഉത്കലന്, ധ്രുവൻ്റെ മകനായിരിക്കുന്ന ഉത്കലന്. ഒന്നുകൂടി പറയാം. ജഡ അന്ധ ബധിര ഉന്മത്ത മൂകാകൃതി, ജഡൻ്റെയോ അന്ധൻ്റെയോ പൊട്ടൻ്റെയോ ഊമയുടെയോ ഭാവം ഉണ്ട്. അതന്മതി, അതറിയാത്തവനായിട്ട്. പഥി, വഴിപോക്കരായിരിക്കുന്ന. ബാലാനാം, അജ്ഞന്മാരുടെ ഇടയിൽ. പ്രശാന്താർച്ചിഹി, ജ്വാല നിലച്ച അനലഹ ഇവ, അഗ്നി പോലെ. ലക്ഷിത, കാണപ്പെട്ടവനായി. അതിലത്തെ അന്വയം വന്നിട്ട് ജഡാന്ധ ബധിര ഉന്മത്ത മൂകാകൃതി അതന്മതി പഥി ബാലാനാം പ്രശാന്താർച്ചിഹി അനലഹ ഇവ ലക്ഷിത. കൂടി പറയാം. ജഡ അന്ധ ബധിര ഉന്മത്ത മൂകാകൃതി അതന്മതി പഥി ബാലാനാം
പ്രശാന്താർച്ചി അനലഹ ഇവ ലക്ഷിത. അതായത് ജഡൻ്റെയോ അന്ധൻ്റെയോ പൊട്ടൻ്റെയോ ഊമയുടെയോ ഭാവം പൂണ്ട് അതറിയാത്തവനായിട്ട് വഴിപോക്കരായിരിക്കുന്ന അജ്ഞാതരുടെ ഇടയിൽ ആ ജ്വാല നിലച്ച അഗ്നി പോലെ അദ്ദേഹത്തെ കാണപ്പെട്ടവൻ ആയി. അപ്പോൾ ഉത്കലനെ കണ്ടിട്ട് തങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടിയ ആ ഉത്കലനെ കണ്ടിട്ട് പാമരന്മാരായിരിക്കുന്ന വഴിപോക്കന്മാരും മറ്റും ബുദ്ധി വികസിക്കാത്തവനെന്നും അന്ധനെന്നും ഭ്രാന്തനെന്നും മൂകനെന്നും മറ്റും കരുതി. ഇങ്ങനെ തോന്നുവാൻ കാരണം ഉത്കലൻ്റെ ആ ബാഹ്യപ്രകടനങ്ങളാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ജ്വാല അടങ്ങിയ അഗ്നിയുടേതുപോലെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ആ ഉത്കലൻ ലോകത്തിൽ നിന്നും അകന്നിരിക്കാനായിട്ട് ഒന്നിനും സാമർഥ്യമില്ലാത്ത ജഡനെ പോലെയും ഒന്നും കാണാതിരിക്കാൻ അന്ധനെ പോലെയും ഒന്നും കേൾക്കാതിരിക്കാൻ ബധിരനെ പോലെയും ഒന്നും സംസാരിക്കാതെ മൂകനെ പോലെയും ഭാവിച്ചു. അങ്ങനെ കണ്ടാൽ ഭ്രാന്തനെ പോലെയും സംസാരിക്കാൻ കഴിയാത്തവനെ പോലെയും വേഷം കൊണ്ട് കാണുന്നവർക്ക് തോന്നി. എന്നാൽ പ്രശാന്തമായ ബുദ്ധിയിൽ ബ്രഹ്മം പ്രകാശിച്ചിരുന്നു. ജ്വാലയടങ്ങിയ അഗ്നി പോലെ ആ ബ്രഹ്മജ്ഞാനിയായ അവൻ അജ്ഞന്മാർക്ക് മൂഢനെ പോലെ കാണപ്പെട്ടു. ഇതിൽ പറയണം. അപ്പോൾ ഇപ്രകാരം ആ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഉത്കലൻ ലോകസംഘത്തെ ഉപേക്ഷിപ്പാൻ വേണ്ടി മാർഗത്തിൽ അവിടവിടെ ഓരോ വിധം അജ്ഞന്മാർക്ക് തോന്നത്തക്ക രീതിയിൽ കിടന്നിരുന്നു. ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ ശക്തിയില്ലാത്തവനെ പോലെയും ജഡനെ പോലെ, ദുഷ്ടഹീനനെ പോലെയും കാത് കേൾക്കാത്തവനെ പോലെയും ഭ്രാന്തനെ പോലെയും സംസാരിപ്പാൻ കഴിയാത്തവനെ പോലെയും കാണുന്നവർക്ക് തോന്നിയെങ്കിലും വാസ്തവത്തിൽ സർവജ്ഞനായിരുന്നതിനാൽ ജഡാദികളെപ്പോലെ അല്ലായിരുന്നു അവൻ്റെ ബുദ്ധി. അവൻ്റെ ബുദ്ധിയിൽ സർവജ്ഞാന സമഷ്ടി സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മം പ്രകാശിച്ചിരുന്നു. ജ്വാലയടങ്ങിയിരിക്കുന്ന അഗ്നി പുറമെ ദാഹശക്തിയില്ലാത്തതായി കാണപ്പെട്ടാലും ഉള്ളിൽ ആ ശക്തി ഉള്ളതായിരിക്കുന്നത് പോലെ ഉത്കലൻ്റെ ആകൃതി ആ ജഡാന്ധാദികളുടേതുപോലെ ആയിരുന്നാലും വാസ്തവത്തിൽ ബ്രഹ്മാനന്ദ നിമഗ്നമായിരുന്നു ആ ഉത്കലൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ സ ഉന്മത്തഃ കിഞ്ച ചിലപ്പോൾ ജഡൻ അന്ധൻ കിഞ്ച ജഡാന്ധ ബധിര കിഞ്ച ജഡാന്ധ ബധിരോന്മത്ത മൂകാകൃതി സ ബാലാനാം ലക്ഷിത. ആ അജ്ഞന്മാരാൽ കാണപ്പെടുന്നു. എങ്ങനെ? പലപ്പോഴും ജഡൻ ആയിട്ടും അന്ധനായിട്ടും ബധിരനായിട്ടും അതുപോലെ ഉന്മത്തനായിട്ടും മൂകനായിട്ടും ഒക്കെ ആ ഉത്കലനെ അവർ കാണപ്പെട്ടു. തഥാ വൃദ്ധ കാണപ്പെട്ടു. എന്നാൽ അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ വ്യാഖ്യാനത്തിൽ ഇത്രമാത്രം ഇതിൽ എഴുതിയുള്ളൂ. കിംജ ജഡാന്ധ ബധിരോന്മത്ത മൂകാകൃതി സ ബാലാനാം ലക്ഷിത. ബാലന്മാരാൽ അജ്ഞന്മാരാൽ വഴിപോക്കരൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ട് എന്ത് വിചാരിച്ചു? ജഡനാണ്, അന്ധനാണ്, ബധിരനാണ്, ഉന്മത്തനാണ്, മൂകനാണ് എന്നൊക്കെ വിചാരിച്ചു. കിംച ജഡാന്ധ ബധിരോന്മത്ത മൂകാകൃതി സ ബാലാനാം ലക്ഷിത. ഇത്രയും ഇതിൽ പറയുള്ളൂ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകത്തിൽ മത്വാ തം ജഡമുന്മത്തം കുലവൃദ്ധാഃ സമന്ത്രിണഃ വത്സരം ഭൂപതിം ചക്രുർയവീയാംസം ഭ്രമേഃ സുതം. മത്വാ മാനിച്ചു, തം ആ
ഉൽക്കലനെ അങ്ങനെ മാനിച്ചു. എങ്ങനെ? ജഡമുന്മത്തം, ജഡനായിട്ടും ഉന്മത്തനായിട്ടും ഒക്കെ മാനിച്ചിട്ട് കുലവൃദ്ധന്മാരും സമന്ത്രിണ, മന്ത്രിപ്രവരന്മാരുമൊക്കെ എന്ത് ചെയ്തു? വത്സരം ഭൂപതിം, വത്സരനെ ഭൂപതിയാക്കി. വത്സരൻ എന്ന് പറയുന്ന ആരാ? ഭൂപതിയാക്കി വാഴിച്ചു. ഭൂപതിം ചക്രു, ഭൂപതിയാക്കി വാഴിച്ചു. യവീയാംസം, ഇളയ പുത്രനായിരിക്കണം ഭ്രമേയ സുതം, ഭ്രമിയുടെ, ധ്രുവൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരിക്കുന്ന ഭ്രമിയുടെ ഇളയ പുത്രനായിരിക്കുന്ന വത്സരനെ ഭൂപതിയായിട്ട്, രാജാവാക്കിയിട്ട് ചക്രൂർ വാഴിച്ചു. മത്വാത്തം ജഡമുന്മത്തം കുലവൃദ്ധാസമന്ത്രിണ, കുലവൃദ്ധന്മാരും മന്ത്രിപ്രവരന്മാരുമൊക്കെ ചേർന്നിട്ട് ഈ ഉൽക്കലനെ ഇങ്ങനെ ജഡനും ഉന്മത്തനുമൊക്കെയാണെന്ന് മാനിച്ചിട്ട് ആ വത്സരൻ എന്ന് പറയപ്പെടുന്ന ധ്രുവൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരിക്കുന്ന വത്സരം ഭൂപതിം ചക്രൂർ യവീയാംസ ഭ്രമേയ സുതം, ഭ്രമിയുടെ ഇളയപുത്രൻ ആയിരിക്കുന്ന ആ വത്സരനെ ഭൂപതിയായിട്ട് വാഴിച്ചു നിർത്തും. അതിലത്തെ പദങ്ങൾ സമന്ത്രിണ, മന്ത്രിമാരോടൊത്ത് കുലവൃദ്ധാഹ, നാട്ടുപ്രമാണിമാർ തം അദ്ദേഹത്തെ ജഡനെന്നും ഉന്മത്തം ഭ്രാന്തനെന്നും മത്വ വിചാരിച്ചിട്ട് ഭ്രമേഹേ, ആ ഭ്രമിയുടെ യവീയാംസം ഇളയ സുതം പുത്രനായിരിക്കുന്ന വത്സരനെ ഭൂപതിം ചക്രു രാജാവാക്കി വാഴിച്ചു. എന്നുകൂടി പറയാം. സമന്ത്രിണ, മന്ത്രിമാരോടൊത്ത് കുലവൃദ്ധ, നാട്ടുപ്രമാണിമാർ തം അദ്ദേഹത്തെ ജഡനെന്നും ഉന്മത്തം ഭ്രാന്തനെന്നും മത്വ വിചാരിച്ചിട്ട് ഭ്രമേഹെ, ആ ഭ്രമിയുടെ യവീയാംസം ഇളയ സുതം പുത്രനായിരിക്കുന്ന വത്സരനെ ഭൂപതിം ചക്രും രാജാവാക്കി വാഴിച്ചു. അതിൽ തന്വയം വന്നിട്ട് സമന്ത്രിണ കുലവൃദ്ധാ തം ജഡം ഉന്മത്തം മത്വാ ഭ്രമേയ യവീയാംസം സുതം വത്സരം ഭൂപതിം ചക്രുഹു. എന്നുകൂടി പറയാം. സമന്ത്രിണ കുലവൃദ്ധാ തം ജഡം ഉന്മത്തം മത്വാ ഭ്രമേയ യവീയാംസം സുതം വത്സരം ഭൂപതിം ചക്രുഹു. മന്ത്രിമാരോടൊത്ത് ആ നാട്ടുപ്രമാണിമാരായിരിക്കുന്ന ആൾക്കാർ ആ ഉൽക്കലനെ ജഡനെന്നും ഭ്രാന്തനെന്നും ഒക്കെ വിചാരിച്ചിട്ട് ഭ്രമിയുടെ ഇളയപുത്രനായിരിക്കുന്ന, ഭ്രമി എന്ന് പറയുന്നത് ധ്രുവൻ്റെ രണ്ടാമത്തെ പത്നി, ഭ്രമിയുടെ ഇളയപുത്രനായിരിക്കുന്ന ആ വത്സരനെ രാജാവാക്കി വാഴിച്ചു. അപ്പോൾ അവിടുത്തെ ആ കുലവൃദ്ധന്മാരും മന്ത്രിമാരും ഉൽക്കലനെ ഉന്മത്തനെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെ അനുജനും ധ്രുവന് ആ ഭൂമി എന്ന ഭാര്യയിലുണ്ടായി ധ്രുവന് ഭ്രമി എന്ന ഭാര്യയിൽ ഉണ്ടായവനും ആയിരിക്കുന്ന വത്സരനെ രാജാവാക്കി എന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകം ഒറ്റയ്ക്കെടുത്ത് വായിച്ചാൽ തോന്നുക ആ ധ്രുവൻ തൻ്റെ പിൻഗാമിയെ നിർദ്ദേശിക്കാതെ രാജ്യം ഉപേക്ഷിച്ച് ബദര്യാശ്രമത്തിലേക്ക് യാത്രയായെന്നും അതിനുശേഷം കുലവൃദ്ധന്മാരും മന്ത്രിമാരും കൂടിയാലോചിച്ച് അനുയോജ്യനായിരിക്കുന്ന വത്സരനെ രാജാവാക്കി എന്നും ഒക്കെയാണ്. പക്ഷേ സംഭവങ്ങളുടെ ഗതി അങ്ങനെയല്ല. 12-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ ധ്രുവൻ യാത്രയാകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, പുത്രന് രാജ്യം നൽകിയെന്ന് പറയുന്നുണ്ട്. പുത്രായ ആദാൻ നൃപാസനം എന്നവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പ്രഥമദൃഷ്ട്യാ ഇവിടെ ഈ വൈരുദ്ധ്യം തോന്നും. ധ്രുവൻ പോകുന്നതിന് മുമ്പ് തന്നെ രാജ്യം പുത്രനെ ഏൽപ്പിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട്. ധ്രുവൻ യാത്രയായതിനു ശേഷം കുലവൃദ്ധന്മാരും മന്ത്രിമാരും കൂടി ആലോചിച്ച് വത്സരനെ രാജാവാക്കിയെന്ന് ഇവിടെയും പറയുന്നുണ്ട്. ഇത് പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ധ്രുവൻ യാത്രയാകുന്നതിന് മുമ്പ് തന്നെ പുത്രന് രാജ്യഭാരം നൽകിയെന്ന് അല്ലാതെ ഏത് പുത്രനെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം ഉത്കലൻ്റെ അനാസക്തഭാവം മനസ്സിലാക്കിയ ആ ധ്രുവൻ അനന്തരാവകാശി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ചുമതല കുലവൃദ്ധന്മാരെയും മന്ത്രിമാരെയും ഏൽപ്പിച്ചുവെന്നും അവർ ഉത്കലൻ്റെ അനാസക്തഭാവം പരിഗണിച്ച് വത്സരനെ നിർദ്ദേശിച്ചുവെന്നും ആ വത്സരന് രാജ്യവും കൊടുത്ത് ധ്രുവൻ യാത്രയായെന്നുമാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഏത് പ്രകാരമാണ് വത്സരന് തിരഞ്ഞെടുത്തത് എന്ന് മാത്രമേ ഈ ശ്ലോകത്തിന് അർത്ഥമുള്ളൂ. അത് പറയാനുള്ള സന്ദർഭം ഇപ്പോഴാകയാൽ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ധ്രുവൻ്റെ ആ ബദരീ യാത്രയ്ക്ക് മുമ്പ് തന്നെ നടന്ന സംഭവമാണിത്. അല്ലെങ്കിൽ ഈ ഇടവേളയിൽ അരാജകത്വം വന്നു ചേർന്നിരിക്കും ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ പുത്രായാദാൻ നൃപാസനം എന്ന വാക്യം അവിടെ അർത്ഥശൂന്യമായിട്ട് തീരും. അങ്ങനെയല്ല ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കുലവൃദ്ധന്മാരും മന്ത്രിമാരും ഉൽക്കലനെ ജഡനായും ഉന്മത്തനായും കരുതി എന്നാണ് ആ പൂർവാർദ്ധത്തിൻ്റെ അവാച്യാർത്ഥം. എങ്കിലും അവിടെയും
അപ്രകാരം ധരിക്കരുത്. അവർ ഉത്കലൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയുന്നവരാണ്. പക്ഷേ സാധാരണക്കാരുടെ അഭിപ്രായത്തെ അവർ ഈ ആവശ്യത്തിന് അംഗീകരിച്ചു എന്നും മാത്രമാണ് അതിൻ്റെ അർത്ഥമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആ കുലവൃദ്ധന്മാരും മന്ത്രിമാരും ഉത്കലൻ ജഡനും ഉന്മത്തനും എന്ന് വിചാരിച്ചത് കൊണ്ട് രാജാവാക്കിയില്ല. പകരം ധ്രുവൻ്റെ രണ്ടാം ഭാര്യയായിരിക്കുന്ന ഭ്രമിയുടെ പുത്രൻ വത്സരനെ ആ ഭൂമിപതിയാക്കി വാഴിച്ചു ആണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുലത്തിലുള്ള വൃദ്ധജനങ്ങളും മന്ത്രിമാരും ഉത്കലൻ ജഡനും ഉന്മത്തനും ആണെന്ന് വിചാരിച്ചത് കൊണ്ട് ആ ധ്രുവൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരിക്കുന്ന ആ ഭ്രമിയിൽ ഉൽപ്പന്നനും ഉത്കലൻ്റെ കനിഷ്ഠനും ആയ വത്സരനെ രാജാവായി നിശ്ചയിച്ചു. ഭഗവത് ഭക്തി നിമിത്തം വിരക്തനായിരുന്ന അവസ്ഥയിൽ ധ്രുവനിൽ നിന്നുണ്ടായ പുത്രനായതുകൊണ്ടാണ് ഉത്കലന് രാജ്യാസക്തിയില്ലാതെ വന്നതെന്ന് അനുമാനിക്കാവുന്നതിനാൽ ആ ഭഗവത് ഭക്തിയുടെ പരമഫലം പരമാത്മജ്ഞാനം ആണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തെ പരിപാലിക്കുന്ന വത്സരൻ്റെ വംശമാണ് ഇനി പറയുന്നത്. വത്സരൻ്റെ അടുത്ത വംശ പരമ്പരയെക്കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനം നോക്കാം. ഈ ശ്ലോകത്തിൻ്റെ ഇവിടെ എന്താ പറഞ്ഞത്? തഥാ വൃദ്ധ, അപ്പോൾ ആ വൃദ്ധന്മാരും മന്ത്രിമാരും രാജ്യത്തിന് അയോഗ്യനായിരിക്കുന്ന അയോഗ്യനായിരിക്കുന്ന രാജാവാണ് ഈ ഉത്കലൻ എന്ന് മാനിച്ചിട്ട് അതുകൊണ്ട് ആ വൃദ്ധന്മാരും മന്ത്രിമാരും രാജ്യത്തിന് അയോഗ്യനാണ് ആ ഉത്കലൻ എന്ന ആളെ എന്ന് കരുതിയിട്ട് ഭ്രമിയുടെ സുതൻ, ഭ്രമിയുടെയും ഈ ഉത്കലൻ്റെ കനിഷ്ഠൻ ആയിരിക്കുന്ന ഇളയ സഹോദരനായിരിക്കുന്ന വത്സരൻ, ഭ്രമേയ സുതം കനിഷ്ഠം വത്സരം നാമ ഭൂപതിം ചക്രുവ, വത്സരൻ എന്നു പേരായിട്ടുള്ളവനെ ഭൂപതിയായിട്ട് വാഴിച്ചു, ഭൂപതിം ചക്രുഹു വാഴിച്ചു. തഥാ അങ്ങനെ വന്നപ്പോൾ വൃദ്ധാ മന്ത്രിണസ്തം വൃദ്ധന്മാരും മന്ത്രിപ്രവരന്മാരും ചേർന്ന് രാജ്യത്തിന് അയോഗ്യനായിരിക്കുന്ന രാജാവായിട്ട് ഉത്കലനെ മാനിച്ചിട്ട് ഭ്രമേയെ സുതം, ധ്രുവൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരിക്കുന്ന ഭ്രമിയുടെ സുതനായിരിക്കുന്ന ആ ഇളയ സഹോദരനെ കനിഷ്ഠൻ വത്സരൻ എന്നു പേരായ സഹോദരനെ ഭൂപതിയായിട്ട് വാഴിച്ചു. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് തഥാ വൃദ്ധ മന്ത്രിണസ്തം രാജ്യേയോഗ്യം മത്വാ ഭ്രമേ സുതം കനിഷ്ഠം വത്സരം നാമ ഭൂപതിം ചക്രുഹു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 12ാമത്തെ ശ്ലോകം. സ്വർവീഥിർവത്സരസ്യേഷ്ട ഭാര്യാസൂതഷഡാത്മജാൻ പുഷ്പാർണം തിക്മകേതും ച ഇഷ്ടമൂർജം വസും ജയം. സ്വർവീഥിർവത്സരസ്യേഷ്ട ഭാര്യാസൂതഷഡാത്മജാൻ പുഷ്പാർണം തിക്മകേതും ച ഇഷ്ടമൂർജം വസും ജയം. സ്വർവീഥി പേരായിട്ടുള്ള ആ വത്സരൻ്റെ ഇഷ്ടയായിരിക്കുന്ന ഭാര്യ, വത്സരന് ഇഷ്ടയായിരിക്കുന്നതിൻ്റെ ഭാര്യ ഭാര്യ പ്രസവിച്ചു. ഷഡാത്മജൻ 6 പുത്രന്മാരെ പ്രസവിച്ചു. അവരുടെ പേരാണ് പുഷ്പാർണം തിക്മകേതും ച ഇഷ്ടമൂർജം വസും ജയം. പുഷ്പാർണൻ, തിക്മകേതു, ഇഷൻ, ഊർജൻ, വസു, ജയൻ എന്നൊക്കെ തുടങ്ങിയിരിക്കുന്നത് ആണ്. സ്വർവീഥിർവത്സരസ്യേഷ്ടാ ഭാര്യാസൂത ഷഡാത്മജാൻ പുഷ്പാർണം തിക്മകേതും ച ഇഷ്ടമൂർജം വസും ജയം. പോലത്തെ പദങ്ങൾ വത്സരൻ്റെ ഇഷ്ടാഭാര്യ പ്രിയപത്നിയായിരിക്കുന്ന സ്വർവീഥി എന്നവൾ, പുഷ്പാർണൻ, തിക്മകേതു, ഇഷൻ, ഊർജൻ, വസു, ജയൻ എന്ന് 6 ആത്മജാൻ പുത്രന്മാരെ അസൂത പ്രസവിച്ചു. ഒന്നുകൂടി പറയാം. വത്സരൻ്റെ ഇഷ്ടാഭാര്യ പ്രിയപത്നിയായിരിക്കുന്ന സ്വർവീഥി എന്നവൾ, പുഷ്പാർണൻ, തിക്മകേതു
ഇഷൻ, ഊർജൻ, വസു, ജയൻ എന്നീ 6 പുത്രന്മാരെ അസൂത പ്രസവിച്ചു എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വത്സരൻ്റെ ഇഷ്ടഭാര്യയായിരുന്നു സൗർവീഥി. 6 പുത്രന്മാരെ പ്രസവിച്ചു. അവർ പുഷ്പാർണൻ, തിഗ്മകേതു, ഇഷൻ, ഊർജൻ, വസു, ജയൻ എന്നിവരാണ്. അപ്പോൾ വത്സരൻ്റെ ഇഷ്ടഭാര്യയായിരിക്കുന്ന സൗർവീഥി എന്ന രാജ്ഞി പുഷ്പാർണൻ, തിഗ്മകേതു, ഇഷൻ, ഊർജൻ, വസു, ജയൻ എന്നീ പേരുള്ള 6 പുത്രന്മാരെ പ്രസവിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വത്സരൻ്റെ പ്രിയപത്നിയായിരിക്കുന്ന സൗർവീഥിയിൽ പുഷ്പാർണൻ, തിഗ്മകേതു, ഇഷൻ, ഊർജൻ, വസു, ജയൻ എന്നിങ്ങനെ 6 പുത്രന്മാരുണ്ടായി. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിലെ വത്സരഹ സൗർവീഥ്യാം, വത്സരന് സൗർവീഥ്യാം, സൗർവീഥി എന്ന പത്നിയിൽ ഭാര്യയാം ഷഡ്പുത്രാൻ 6 പുത്രന്മാർ അജനയൽ ഉണ്ടായി. വത്സരഹ സൗർവീഥ്യാം, വത്സരന് സൗർവീഥി എന്നുള്ള ഭാര്യയിൽ ഷഡ്പുത്രാൻ അജനയത് 6 പുത്രന്മാരെ ജനിപ്പിച്ചു. വത്സരഹ സൗർവീഥ്യാം ഭാര്യായാം ഷഡ്പുത്രാൻ അജനയത് എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 13-ാമത്തെ. പുഷ്പാർണസ്യ പ്രഭാഭാര്യ ദോഷാച ദ്വേ ബഭൂവതു പ്രാതർമധ്യന്ദിനം സായം ഇതി ഹ്യാസൻ പ്രഭാസുതാ. പുഷ്പാർണസ്യ പ്രഭാഭാര്യ ദോഷാച ദ്വേ ബഭൂവതു പ്രാതർമധ്യന്ദിനം സായം ഇതി ഹ്യാസൻ പ്രഭാസുതാ. പുഷ്പാർണൻ്റെ ഭാര്യയായിരിക്കുന്ന പ്രഭ, പുഷ്പാർണന് പ്രഭ എന്നും ദോഷ എന്നും 2 ഭാര്യമാരുണ്ടായിരുന്നു. പുഷ്പാർണസ്യ പ്രഭാ ഭാര്യ ദോഷ, പ്രഭാന്നും ദോഷാന്നും പേരുള്ള ദ്വേ 2 പേര് ഉണ്ടായിരുന്നു. ബഭൂവതു, പ്രഭയുടെ പുത്രനായിട്ട് പ്രാതർമധ്യം ദിനം സായം 3 പുത്രന്മാർ. പ്രാതർദിനം, പ്രാതകാലം, മധ്യം ദിനം, അതുപോലെ സായം ദിനം, 3 ദിവസത്തിലെ 3 കാലങ്ങളുടെ അധിഷ്ഠാന ദേവതന്മാരായിരിക്കുന്ന ദേവതമാർ ആ പ്രഭയുടെ സുതനായിട്ട് പുത്രന്മാരായിട്ട് ഉണ്ടായി. പുഷ്പാർണസ്യ പ്രഭാഭാര്യ ദോഷാചദ്വേ ബഭൂവതു പ്രാതർമധ്യം ദിനം സായം ഇതി ഹ്യാസൻ പ്രഭാസുതാഹ. പുഷ്പാർണൻ്റെ ഭാര്യയായിട്ട് പ്രഭ, ആ പ്രഭ എന്നും ദോഷ രണ്ടാമത്തെ ഭാര്യയായിട്ട് ദോഷ എന്നും വേറൊരു ഭാര്യയായിട്ട് ദോഷ എന്നും 2 പേർ ബഭൂവതു ഉണ്ടായിരുന്നു. പ്രഭാസുതാഹ പ്രഭയുടെ പുത്രന്മാരായിട്ട് പ്രാതഃ പ്രഭാതം, മധ്യന്ദിനം മധ്യാഹ്നം, സായംകാലം സായം, ഇതിഹി എന്നിവർ ആസൻ 3 പുത്രന്മാർ ഇങ്ങനെ ഉണ്ടായി എന്നർത്ഥം. ഒന്നുകൂടി പറയാം. പുഷ്പാർണൻ്റെ ഭാര്യയായിട്ട് പ്രഭയെന്നും അന്യാഭാര്യ ദോഷാച വേറൊരു ഭാര്യയായിട്ട് ദോഷയെന്നും 2 പേർ ബഭൂവധു ഉണ്ടായിരുന്നു. പ്രഭാസുതാഹ പ്രഭയുടെ പുത്രന്മാരായിട്ട് പ്രാതഃ പ്രഭാതം, മധ്യന്ദിനം മധ്യാഹ്നം, സായംകാലം, ഇതിഹി എന്നിവർ ഉണ്ടായി. അപ്പോൾ ഇത് അന്വയം വന്നിട്ട് പുഷ്പാർണസ്യ ഭാര്യ പ്രഭാ ദോഷാച 2 ബഭൂവതു പ്രഭാസുതാഹ പ്രാതഃ മധ്യന്ദിനം സായം ഇതിഹി ആസൻ. എന്നുകൂടി പറയാം. പുഷ്പാർണസ്യ ഭാര്യ പ്രഭാ അന്യാ ഭാര്യ ദോഷാച 2 ബഭൂവതു പ്രഭാസുതാഹ പ്രാതഃ മധ്യന്ദിനം സായം ഇതിഹി ആസൻ. പുഷ്പാർണൻ്റെ ഭാര്യയായിട്ട് പ്രഭയെന്നും വേറൊരു ഭാര്യയായിട്ട് ദോഷയെന്നും 2 പേർ ഉണ്ടായിരുന്നു. ആ പ്രഭയുടെ പുത്രന്മാരായിട്ട് പ്രാതഃ പ്രഭാതം, മധ്യാഹ്നം, സായംകാലം എന്നിവർ ഉണ്ടായി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്
പുഷ്പാർണന് പ്രഭ, ദോഷ എന്നിങ്ങനെ 2 പത്നിമാരുണ്ടായിരുന്നു. അവരിൽ പ്രഭയുടെ പുത്രന്മാരാണ് പ്രഭാതം, മധ്യാഹ്നം, സായങ്കാലം. ഇവയുടെ അധിഷ്ഠാന ദേവതകൾ എന്നതാണ് നമ്മൾ ധരിക്കേണ്ടത്. അപ്പോൾ അതിൽ മൂത്തവനായിരിക്കുന്ന പുഷ്പാർണന് പ്രഭയെന്നും ദോഷയെന്നും 2 ഭാര്യമാരുണ്ടായിരുന്നു. പ്രഭയ്ക്ക് പ്രാതക്കാലം, മധ്യാഹ്നകാലം, സായങ്കാലം എന്നീ സമയങ്ങളുടെ അഭിമാനി ദേവതകളായിരിക്കുന്ന 3 പുത്രന്മാർ ഉണ്ടായി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പുഷ്പാർണന് പ്രഭയെന്നും ദോഷയെന്നും പേരോടുകൂടിയ 2 ഭാര്യമാരുണ്ടായിരുന്നു. പ്രഭയിൽ പ്രാതക്കാലം, മധ്യകാലം, സായങ്കാലം എന്ന സമയങ്ങളുടെ അഭിമാനി ദേവതകളായിരിക്കുന്ന 3 പുത്രന്മാർ ഉണ്ടായി. ധ്രുവൻ കാലാഭിമാനി ദേവതയായതുകൊണ്ട് അവൻ്റെ പുത്രന്മാരും പൗത്രന്മാരും കാലാഭിമാനികളാണെന്ന് ധരിക്കണം. പ്രഭയെന്ന ഭാര്യ പകൽ സമയത്തിൻ്റെയും ദോഷയെന്ന ഭാര്യ രാത്രി സമയത്തിൻ്റെയും അഭിമാനി ദേവതകളാണെന്നും ഇവിടെ ധരിക്കേണ്ടതാണ്. ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. പുഷ്പാർണന് പ്രഭ ദോഷാ ച 2 ഭാര്യയെ, പ്രഭ എന്നും ദോഷ എന്ന് പറയുന്ന 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. തത്ര ആ പ്രഭായാസ്ത്രയ, ആ പ്രഭ എന്ന ഭാര്യ 3 പുത്രാഹ, ത്രയഃ പുത്രാഹ 3 പുത്രന്മാർ. പ്രാതർമധ്യം ദിനം, പ്രഭാതം, മധ്യം ദിനം, സായം ഇതി 3 പുത്രന്മാർ അവർക്ക് ഉണ്ടായി. തത്ര പ്രഭായാസ്ത്രയ പുത്രാ പ്രാതർമധ്യം ദിനം സായമിതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. പുഷ്പാർണസ്യ പ്രഭാദോഷാ ച 2 ഭാര്യേ. പുഷ്പാർണന് പ്രഭ എന്ന് പറയുന്നതും ദോഷ എന്ന് പറയുന്നത് 2 ഭാര്യമാരുണ്ടായിരുന്നു. തത്ര പ്രഭായാസ്ത്രയ, ആ പ്രഭയ്ക്ക് 3 പുത്രന്മാർ. ശ്രേയഃ പുത്രാഹ പ്രാതർമധ്യം ദിനം സായം ഇതി, പ്രാതക്കാലം, മധ്യം ദിനം, സായങ്കാലം, ഇങ്ങനെ 3 പുത്രന്മാർ ആ പ്രഭയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 14ാമത്തെ ശ്ലോകം. പ്രദോഷോ നിശീഥോ വ്യുഷ്ട ഇതി ദോഷാ സുതാസ്ത്രയാ വ്യുഷ്ടഃ സുതം പുഷ്കരിണ്യാം സർവതേജസമാദധേ. അപ്പോൾ പ്രദോഷോ നിശീഥോ, പ്രദോഷൻ, നിശീഥൻ, വ്യുഷ്ടൻ, ഇങ്ങനെ 3 പുത്രന്മാർ. ദോഷാ സുത, ദോഷയുടെ പുത്രന്മാരായിട്ട് 3 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ വ്യുഷ്ടൻ, വ്യുഷ്ടഃ സുതം, വ്യുഷ്ടൻ എന്ന പുത്രൻ പുഷ്കരിണ്യ, പുഷ്കരിണിയിൽ സർവതേജസമാദത്തെ, സർവതേജസ് എന്നുള്ള ഒരു പുത്രനെ സ്വയം സുതം ആദത്തെ, പുത്രനെ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. പ്രദോഷോ നിശീതോ വ്യുഷ്ട ഇതി ദോഷാ സുതാസ്ത്രയ വ്യുഷ്ടഃ സുതം പുഷ്കരിണ്യാം സർവതേജസമാദധേ. അപ്പോൾ ദോഷാസുതാഹ, ദോഷയുടെ പുത്രരായിട്ട് പ്രദോഷഃ, പ്രദോഷൻ, നിശീഥഃ, നിശീഥൻ, വ്യുഷ്ടഃ, വ്യുഷ്ടൻ എന്നിവരുണ്ടായി. ഇതി ഇങ്ങനെ ത്രയഃ 3 പുത്രന്മാരുണ്ടായി. വ്യുഷ്ടഃ, അതിൽ വ്യുഷ്ടൻ പുഷ്കരിണ്യാം, പുഷ്കരിണിയിൽ സർവതേജസം, സർവതേജസ് എന്ന സുതം ആദധേ, പുത്രനെ ജനിപ്പിച്ചു. ഒന്നും കൂടി പറയാം. ദോഷാസുതാഹ, ദോഷയുടെ പുത്രന്മാരായിട്ട് പ്രദോഷഃ, പ്രദോഷൻ, നിശീഥഃ, നിശീഥൻ, വ്യുഷ്ടഃ, വ്യുഷ്ടൻ, ഇതി ഇങ്ങനെ ത്രയഃ 3 പേരുണ്ടായി. അതിൽ വ്യുഷ്ടൻ, വ്യുഷ്ടഃ, വ്യുഷ്ടൻ പുഷ്കരിണ്യാം, പുഷ്കരിണിയിൽ സർവതേജസം, സർവതേജസ് എന്ന സുതം ആദധേ, പുത്രനെ ജനിപ്പിച്ചു. അപ്പോൾ അതിൽ തന്വയം വന്നിട്ട് ദോഷാസുതാഹ പ്രദോഷഃ നിശീഥഃ വ്യുഷ്ടഃ ഇതി ത്രയഃ വ്യുഷ്ടഃ പുഷ്കരിണ്യാം സർവതേജസം സുതം ആദധേ. എന്നുകൂടി പറയാം. ദോഷാസുതാഹ പ്രദോഷഃ നിശീഥഃ വ്യുഷ്ടഃ ഇതി ത്രയഃ വ്യുഷ്ടഃ പുഷ്കരിണ്യാം സർവതേജസം സുതം ആദധേ. ദോഷയുടെ പുത്രന്മാരായിട്ട് പ്രദോഷൻ, നിശീഥൻ, വ്യുഷ്ടൻ ഇങ്ങനെ 3 പേരുണ്ടായി. അതിൽ വ്യുഷ്ടൻ പുഷ്കരിണി എന്നുള്ള ഭാര്യയിൽ സർവ തേജസ് എന്ന പുത്രനെ ജനിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദോഷയുടെ പുത്രന്മാരായിട്ട് പ്രദോഷൻ, നിശീതൻ, വ്യുഷ്ടൻ എന്നിവരുണ്ടായി. അവരിൽ വ്യുഷ്ടന് പുഷ്കരിണി എന്ന പത്നിയിൽ സർവതേജസ് എന്ന പുത്രനുണ്ടായി.
ദോഷയ്ക്കും 3 പുത്രന്മാരുണ്ടായി. അവർ പ്രദോഷൻ, നിശീതൻ, വ്യുഷ്ടൻ എന്നിവരായിരുന്നു. അതിൽ വ്യുഷ്ടൻ പുഷ്കരണി എന്ന ഭാര്യയിൽ സർവതേജസ് എന്ന പുത്രനെ ജനിപ്പിച്ചു. എന്നിട്ട് പ്രദോഷൻ, നിശീതൻ, വ്യുഷ്ടൻ എന്നീ 3 പേർ ദോഷയുടെ പുത്രന്മാർ. വ്യുഷ്ടൻ പുഷ്കരണി എന്ന ഭാര്യയിൽ സർവതേജസ് എന്ന പേരായ പുത്രനെ ജനിപ്പിച്ചു. സർവ തേജസ് എന്നുള്ള പുത്രനെ അവിടെ ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് ദോഷായ അസ്തു, ദോഷയ്ക്ക് പ്രദോഷോ നിശീഥോ, പ്രദോഷൻ, നിശീഥൻ, വ്യുഷ്ടൻ ഇതി ത്രയഃ 3 പുത്രന്മാർ. ഇപ്രകാരം 3 പുത്രന്മാരുണ്ട്. ദോഷായാസ്തു പ്രദോഷോ നിശീഥോ വ്യുഷ്ട ഇതി ത്രയഃ. വ്യുഷ്ടാൽ, ആ വ്യുഷ്ടന് പുഷ്കരിണി, പുഷ്കരിണിയിൽ സർവതേജസ് എന്ന പുത്രോജാത, പുത്രൻ ഉണ്ടായി. അപ്പോൾ ദോഷായാസ്തു, ദോഷയ്ക്ക് പ്രദോഷോ നിശീഥോ വ്യുഷ്ട ഇതിത്രയ, പ്രദോഷൻ, നിശീതൻ, വ്യുഷ്ടൻ എന്നീ 3 പുത്രന്മാരുണ്ടായി. വ്യുഷ്ടനാൽ പുഷ്കരിണ്യം സർവതേജ, പുഷ്കരിണ്യാം, വ്യുഷ്ടാൽ പുഷ്കരിണ്യാം, വ്യുഷ്ടന് പുഷ്കരിണിയിൽ സർവതേജാഹ, സർവതേജസ് എന്ന പുത്രൻ ജനിച്ചു. അപ്പോൾ ഇവിടുത്തെ വ്യാഖ്യാനം വന്നിട്ട് ദോഷായാസ്തു പ്രദോഷോ നിശീതോ വ്യുഷ്ട ഇതിത്രയഃ. വ്യുഷ്ടാൽ പുഷ്കരിണ്യാം സർവതേജാ പുത്രോ ജാതഃ എന്ന് പറഞ്ഞു. അതാണ് 14ാമത്തെ ശ്ലോകം. അപ്പോൾ അടുത്ത ശ്ലോകം 2 ശ്ലോകങ്ങൾ കൂടി നോക്കാം. ആ വംശ പരമ്പര പറയാണ്. സ ചക്ഷുഃ സുതമാകൂത്യാം പത്ന്യാം മനുമവാപക മനോരസൂത മഹിഷീ വിരജാൻ നഡ്വലാസുതാൻ. കൂടി ചൊല്ലാം. സ ചക്ഷുഃ സുതമാകൂത്യാം പത്ന്യാം മനുമവാപക മനോരസൂത മഹിഷീ വിരജാൻ നഡ്വലാസുതാൻ പുരും കുൽസം ത്രിതം ദ്യുമ്നം സത്യവന്തമൃതം വ്രതം അഗ്നിഷ്ടോമമതീരാത്രം പ്രദ്യുമ്നം ശിബിമുൽമുഖം. ഒന്നുകൂടി പറയേണ്ടാമത്തെ. പുരും കുൽസം ത്രിതം ദ്യുമ്നം സത്യവന്തമൃതം വ്രതം അഗ്നിഷ്ടോമമതീരാത്രം പ്രദ്യുമ്നം ശിബിമുൽമുഖം. അപ്പോൾ സ ചക്ഷുഃ സുതമാകൂത്യാം, ആ സർവതേജസ്സിന് ചക്ഷുസ് എന്ന ഒരു സുതൻ, പുത്രൻ, ആകൂത്യാം, ആകൂതി എന്ന പത്നിയിൽ ഉണ്ടായി. അദ്ദേഹം മനുവായിരുന്നു. മനുമവാപഹ, അദ്ദേഹം അടുത്ത മനുവാണ്. അപ്പോൾ മനോരസൂത മഹിഷി, ആ മനുവിൻ്റെ ഭാര്യയായിരിക്കുന്ന നഡ്വല, വിരജാൻ നഡ്വല, ആ നഡ്വല എന്ത് ചെയ്തു? അസൂത, പ്രസവിച്ചു. നല്ല പരിശുദ്ധന്മാരായിരിക്കുന്ന പുത്രന്മാരെ, അല്ലെങ്കിൽ എന്താ, സർവ തേജസ്സോട് കൂടിയിട്ടുള്ള പുത്രന്മാർ, നഡ്വല. പുത്രന്മാരെ 12 പുത്രന്മാരെയാണ് ഇവിടെ പറയണത്. മറ്റേ ഇതിലൊക്കെ 11 പുത്രന്മാരെയാണ് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് അവരെന്ന് നോക്കാം. പുരു, കുൽസം, ത്രിതൻ, ദ്യുമ്നൻ ആണ് ആ ശ്ലോകം. പുരും, കുൽസം, ത്രിതൻ, ദ്യുമ്നൻ, സത്യവ്രതൻ അർത്ഥം. ഋതൻ, വ്രതൻ ഒക്കെ പറയുന്നുണ്ട്. സത്യവാൻ, അഗ്നിഷ്ടോമൻ, അതിരാത്രൻ, പ്രദ്യുമ്നൻ, ശിബി, ഉൽമുഖൻ, ഇങ്ങനെയുള്ള പരിശുദ്ധന്മാരായിരിക്കുന്ന വിരജാൻ, പരിശുദ്ധന്മാരായിരിക്കുന്ന പുത്രന്മാരെ പ്രസവിച്ചു. ഏകാദശ പുത്രന്മാരെന്നും പറയുന്നുണ്ട്, 12 പുത്രന്മാരെന്നും പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം, ഇതിലത്തെ പദങ്ങൾ നോക്കാം. സഹ, അദ്ദേഹം. സഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുമ്പ് പറഞ്ഞ ആ സർവതേജസ് എന്ന് പറഞ്ഞ പുത്രൻ, ആ പുത്രന് ആകൂത്യാം, ആകൂതി എന്നുള്ള ആ ഭാര്യയിൽ
ചക്ഷു എന്ന ഒരു പുത്രൻ ഉണ്ടായി. ചക്ഷു സുതനുണ്ടായി. അദ്ദേഹം മനുവായിട്ട് തീർന്നു. മനുവിൻ്റെ പത്നിയായിരിക്കുന്ന നഡ്വലയിൽ 12 പുത്രന്മാർ വേറെ ഉണ്ടായി. പുരും, കുൽസം, ധൃതം, ദ്യുമ്നം, സത്യവന്തം, അമൃതം, വ്രതം, അഗ്നിഷ്ടോമം, അതീരാത്രം, പ്രദ്യുമ്നം, ശിബിം, ഉൽമുഖം എന്നൊക്കെ ഇപ്പോൾ പേരുള്ള. അപ്പോൾ നമുക്ക് നോക്കാത്ത പദങ്ങൾ. സഹ അദ്ദേഹം, ആകൂത്യാം ആകൂതി എന്ന പത്നിയിൽ, ചക്ഷുഹു ചക്ഷുസേ എന്നു പേരുള്ള മനും സുതം മനുവായ പുത്രനെ അവാപഹ പ്രാപിച്ചു അത്രേ. മനോഹോ മനുവിൻ്റെ മഹിഷി രാജ്ഞിയായിരിക്കുന്ന നഡ്വല, പുരും പുരു, കുൽസം കുൽസൻ, ധൃതം ധൃതൻ, ദ്യുമ്നൻ, സത്യവന്തം സത്യവാൻ, ഋതൻ വ്രതം വ്രതൻ, അഗ്നിഷ്ടോമം അഗ്നിഷ്ടോമൻ, അതിരാത്രൻ പ്രദ്യുമ്നം, ശിബി ഉൽമുഖൻ, വിരജാൻ എന്നീ പരിശുദ്ധന്മാരായിരിക്കുന്ന പുത്രന്മാരെ പ്രസവിച്ചു. അതിലത്തെ അന്വയം വന്നിട്ട് സഹ ആകൂത്യാം പത്നിയാം ചക്ഷുഹു മനും സുതം അവാപഹ മനോഹോ മഹിഷി നഡ്വല പുരും കുൽസം ധൃതം ദ്യുമ്നം സത്യവന്തം ഋതം വ്രതം അഗ്നിഷ്ടോമം അതിരാത്രം പ്രദ്യുമ്നം ശിബിം ഉൽമുഖം വിരജാൻ സുതാൻ അസൂത. ഇത്രയും പുത്രന്മാരെ പ്രസവിച്ചു എന്നുള്ള പറയണം. ഒന്നും കൂടി പറയാം. സഹ ആകൂത്യാം പത്നിയാം ചക്ഷുഹു മനും സുതം അവാപഹ മനോഹോ മഹിഷി നഡ്വല പുരും കുൽസം ധൃതം ദ്യുമ്നം സത്യവന്തം ഋതം വ്രതം അഗ്നിഷ്ടോമം അതിരാത്രം പ്രദ്യുമ്നം ശിബിം ഉൽമുഖം വിരജാൻ സുതാൻ അസൂത. അപ്പോൾ ആകൂതി എന്ന പത്നിയിൽ ചക്ഷുസ എന്നു പേരുള്ള അമനുവായ പുത്രനെ പ്രാപിച്ചു അത്രേ. മനുവിൻ്റെ രാജ്ഞിയായിരിക്കുന്ന നഡ്വല, പുരു, കുൽസൻ, ധൃതൻ, ദ്യുമ്നൻ, സത്യവാൻ, ഋതൻ, വ്രതൻ, അഗ്നിഷ്ടോമൻ, അതിരാത്രൻ, പ്രദ്യുമ്നൻ, ശിബി, ഉൽമുഖൻ എന്നീ പരിശുദ്ധരായിരിക്കുന്ന പുത്രന്മാരെ പ്രസവിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സർവ തേജസ്സിന് ആകൂതി എന്ന പത്നിയിൽ ചക്ഷുസ എന്ന പുത്രനുണ്ടായി. അദ്ദേഹമാണ് ചാക്ഷുഷമന്വന്തരത്തിൻ്റെ അധിപനായിരിക്കുന്ന ചാക്ഷുഷമനു. ചക്ഷുസിന് നഡ്വല എന്ന പത്നിയിൽ പരിശുദ്ധൻ ആത്മാക്കളായിരിക്കുന്ന 12 പുത്രന്മാരുണ്ടായിരുന്നവർ. പുരു, കുൽസൻ, ധൃതൻ, ദ്യുമ്നൻ, സത്യവാൻ, ഋതൻ, വ്രതൻ, അഗ്നിഷ്ടോമൻ, അതിരാത്രൻ, പ്രദ്യുമ്നൻ, ശിബി, ഉൽമുഖൻ എന്നിവരാണ് ആ ചക്ഷുസിൻ്റെ 12 പുത്രന്മാർ. എന്നാൽ ഇവിടെ വേറെ ചിലതിൽ 11 പുത്രന്മാരായിട്ടാണ് പറയുന്നത്. അപ്പോൾ സർവതേജസ്സിന് ആകൂതി എന്ന ഭാര്യയിൽ ജനിച്ച പുത്രന് ചക്ഷുസ് എന്ന പേര്. അവൻ ഇനിയത്തെ മനുവാകുന്നു. ആ മനുവിൻ്റെ ഭാര്യയായിരിക്കുന്ന നഡ്വലയിൽ ജനിച്ച പുത്രന്മാർ രാഗാദിദോഷവൃത്തികളില്ലാത്തവരായിരുന്നു. പുരു, കുൽസൻ, ധൃതൻ, ദ്യുമ്നൻ, സത്യവാൻ, ഋതവ്രതൻ, അഗ്നിഷ്ടോമൻ, അതിരാത്രൻ, പ്രദ്യുമ്നൻ, ശിബി, ഉൽമുഖൻ എന്നീ പുത്രന്മാരുടെ പേര്. അതിൽ 11 പേരെ പറയുന്നുള്ളൂ. ചിലതിൽ 11 പേരായിട്ട്, ചിലതിൽ 12 പേരായിട്ട് പറയുന്നു. നോട്ടെ. അപ്പോൾ ആകൂതി എന്ന പത്നിയിൽ സർവതേജസ്സിന് ജനിച്ച പുത്രനാണ് ചക്ഷുസ്. അവൻ ഇനിയത്തെ മനുവാകുന്നു. മനുവിൻ്റെ ഭാര്യയായിരിക്കുന്ന ഇഡ്വലയിൽ ജനിച്ച പുത്രന്മാർ, നഡ്വല എന്ന് പറയുന്നുണ്ട്, ഇഡ്വല എന്ന് പറയുന്നുണ്ട്. ഇഡ്വലയിൽ ജനിച്ച പുത്രന്മാർ വിരജസ്സുകൾ, അതായത് രാഗദ്വേഷാദികളില്ലാത്തവരാകുന്നു. അവരാണ് പുരും, കുൽസം, ധൃതം, ദ്യുമ്നം എന്നൊക്കെ പറയണത്. പുരു, കുൽസൻ, ധൃതൻ, ദ്യുമ്നൻ, സത്യവാൻ, ഋതവ്രതൻ, അഗ്നിഷ്ടോമൻ, അതിരാത്രൻ, പ്രദ്യുമ്നൻ, ശിബി, ഉൽമുഖൻ എന്നിങ്ങനെ ആ പുത്രന്മാരുടെ പേരുകൾ പരമ്പര അവിടെ പറയുന്നു. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ നമുക്ക് നോക്കാം. സർവതേജാഹ, ആ സർവതേജസ്സിന് ആകൂത്യാം പത്നിയാം, ആകൂതി എന്ന പത്നിയിലെ ചക്ഷുസജ്ഞം, ചക്ഷുസ എന്ന മനും,
മനുവാകുന്ന സുതൻ അജനയൽ, സുതനെ ജനിപ്പിച്ചു. മനോർ നഡ്വലായാം ഏകാദശപുത്ര, മനുവിന് ആ നഡ്വല എന്നുള്ള പത്നിയിലെ ഏകാദശപുത്രൻ 11 പുത്രന്മാരുണ്ടായിരുന്നാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം. സർവതേജാഹ, സർവതേജസ്സിന് ആകൂത്യാം പത്നിയാം, ആകൂതി എന്നുള്ള പത്നിയിലെ ചക്ഷുസപ്നം മനും, ചക്ഷുസ് എന്നു പേരുള്ള മനു സുതം അജനയിൽ, സുതനായിട്ട് ജനിപ്പിച്ചു. മനോർ നഡ്വലായാം, ആ മനുവിന് നഡ്വല എന്നുള്ള ഭാര്യയിലെ ഏകാദശപുത്രന്മാരുണ്ടായി. അപ്പോൾ സർവതേജാഹ ആകൂത്യാം പത്നിയാം ചക്ഷുസ്വപ്നം മനും സുതമജനയത് മനോർ നഡ്വലായാം ഏകാദശപുത്രാ ഉള്ളതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്തത് ആ വംശത്തിൻ്റെ അടുത്ത ഭാഗം. ഉൽമുഖോ അജനയത് പുത്രാൻ, ഉൽമുഖൻ വേറെ പുത്രന്മാരെ ജനിപ്പിച്ചു. പുഷ്കരണി എന്നുള്ള ഭാര്യയിൽ ഷഡുത്തമാൻ, 6 ഉത്തമന്മാരായുള്ള പുത്രന്മാരെ ജനിപ്പിച്ചവരാണ്. അംഗം സുമനസം ഖ്യാതിം ക്രതും അങ്കിരസം ഗയം. അങ്കൻ, സുമനസൻ, ഖ്യാതി, ക്രതു, അങ്കിരസ്, ഗയൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഉന്മുഖോ അജനയത് പുത്രാൻ പുഷ്കരിണ്യാം ഷഡുത്തമാൻ, ഉൽമുഖൻ 6 പുത്രന്മാരെ പുഷ്കരിണിയിൽ ജനിപ്പിച്ചു. അംഗം സുമനസം ഖ്യാതിം ക്രതും അങ്കിരസം ഗയം. അങ്കൻ, സുമനസൻ, ഖ്യാതി, ക്രതു, അങ്കിരസൻ, ഗയൻ. അപ്പോഴത്തെ പദങ്ങൾ ഉന്മുഖൻ പുഷ്കരിണ്യാം, പുഷ്കരിണിയിൽ. അംഗം, അങ്കൻ, സുമനസം, സുമനസ്, ഖ്യാതിം, ഖ്യാതി, ക്രതും, ക്രതു, അങ്കിരസ്, ഗയം, ഗയൻ, ഉത്തമാൻ. ഇങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഷഡ്പുത്രാൻ 6 പുത്രന്മാരെ അജനയത് ജനിപ്പിച്ചു. ഉൽമുഖൻ പുഷ്കരിണ്യാം, പുഷ്കരിണിയിൽ. അംഗം, അങ്കൻ, സുമനസം, സുമനസ്, ഖ്യാതിം, ഖ്യാതി, ക്രതും, ക്രതു, അങ്കിരസം, അങ്കിരസ്, ഗയം, ഗയൻ, ഉത്തമാൻ എന്നീ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഷഡ്പുത്രാൻ 6 പുത്രന്മാരെ അജനയത് ജനിപ്പിച്ചു. അന്വയം വന്നിട്ട് ഉന്മുഖ പുഷ്കരിണ്യാം അംഗം സുമനസം ഖ്യാതിം ക്രതും അങ്കിരസം ഗയം ഉത്തമാൻ ഷഡ്പുത്രാൻ അജനയത്. എന്നുകൂടി പറയാം. ഉന്മുഖ പുഷ്കരിണ്യാം അംഗം സുമനസം ഖ്യാതിം ക്രതും അങ്കിരസം ഗയം ഉത്തമാൻ ഷഡ്പുത്രാൻ അജനയത്. ഉൽമുഖൻ ആ പുഷ്കരിണിയിൽ അങ്കൻ, സുമനസ്, ഖ്യാതി, ക്രതു, അങ്കിരസ്, ഗയൻ എന്നീ ശ്രേഷ്ഠന്മാരായ 6 പുത്രന്മാരെ ജനിപ്പിച്ചു. അപ്പോൾ ഉന്മുഖന് പുഷ്കരിണിയിൽ അങ്കൻ, സുമനസ്, ഖ്യാതി, ക്രതു, അങ്കിരസ്, ഗയൻ എന്നിങ്ങനെ ശ്രേഷ്ഠന്മാരായ 6 പുത്രന്മാരുണ്ടായി. ആ ഉന്മുഖന് പുഷ്കരിണി എന്ന പത്നിയിൽ ഉത്തമ ഗുണങ്ങൾ തികഞ്ഞ 6 പുത്രന്മാരുണ്ടായി. അങ്കൻ, സുമനസ്, ഖ്യാതി, ക്രതു, അങ്കിരസ്, ഗയൻ എന്നിവരാണ് അവർ. അപ്പോൾ ഉൽമുഖൻ ആ സൗശീല്യാദി ആദികളായിരിക്കുന്ന ഉത്തമ ഗുണങ്ങൾ തികഞ്ഞ 6 പുത്രന്മാരെ പുഷ്കരിണി എന്ന ഭാര്യയിൽ ജനിപ്പിച്ചു. അവരാണ് അങ്കൻ, പുഷ്കരിണി എന്ന ഭാര്യയിൽ ജനിപ്പിച്ചു. അവരാണ് അങ്കൻ, സുമനസ്, ഖ്യാതി, ക്രതു, അങ്കിരസ്, ഗയൻ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവതേജ ആകുത്യാം പത്നിയാം ചക്ഷുസംജ്ഞം മനും സുതം അജനയത് മനോർ നിഡ്വലായാം ഏകാദശപുത്ര. അവരാണ് പുരുഹു, കുൽസഹ, ത്രിതഃ, ദ്യുമ്നഃ, സത്യവാൻ, ധൃതവ്രതഃ, അഗ്നിഷ്ടോമഃ, അതിരാത്രഃ, പ്രദ്യുമ്നഃ, ശിബിഃ, ഉൽമുഖഃ. ഇവർ ഇങ്ങനെ 11 പേര്. ഇപ്രകാരം. അങ്ങനെ ഉന്മുഖനിൽ നിന്നും ഉന്മുഖന് പുഷ്കരിണിയിൽ ഷഡ്പുത്രാഹ 6 പുത്രന്മാർ. അങ്കൻ, സുമനസ്, ഖ്യാതി, ക്രതു, അങ്കിരസ്, ഗയൻ ഇപ്രകാരം 6 പുത്രന്മാർ ജനിച്ചു. അപ്പോൾ ഉൽമുഖനിൽ നിന്നും ഉൽമുഖന് പുഷ്കരിണിയിൽ നിന്നും 6 പുത്രന്മാർ അംഗ, സുമന, ഖ്യാതി, ക്രതു, അങ്കിരാഹ, ഗയഹ ഇതി. ഈ ശ്ലോകത്തിൻ്റെ അന്വയമായിട്ട് വരുന്നത്
ഉന്മുഖ പുഷ്കരിണ്യാം അംഗം സുമനസം ഖ്യാതിം ക്രതും അങ്കിരസം ഗയം ഉത്തമാൻ ഷഡ്പുത്രാൻ അജനയത് എന്നതാണ്. ഉന്മുഖ പുഷ്കരിണ്യാം അംഗം സുമനസം ഖ്യാതിം ക്രതും അങ്കിരസം ഗയം ഉത്തമാൻ ഷഡ്പുത്രാൻ അജനയത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. സുനീതാംഗസ്യ യാ പത്നി സുഷവേ വേനമുദ്ബണം യദ്ദൗശീല്യാത് സ രാജർഷിർ നിർവിണ്ണോ നിരഗാത് പുരാത്. സുനീതാംഗസ്യ യാ പത്നി, ആ അംഗൻ്റെ പത്നിയായിരിക്കുന്ന സുനീത സുഷവേ പ്രസവിച്ചു. ഇങ്ങനെ ആരെ? വേനമുദ്ബണം, വളരെ ദുർഗുണങ്ങളോടുകൂടിയിരിക്കുന്ന വേനനെ, മഹാദുഷ്ടനായിരിക്കുന്ന വേനനെ പ്രസവിച്ചു. സുഷവേ യദ്ദൗശീലാൽ, അദ്ദേഹത്തിൻ്റെ ദുശ്ശീലങ്ങളെ കൊണ്ട് രാജർഷിയായിരിക്കുന്ന അംഗൻ നിർവിണ്ണനായി വിരക്തനായിട്ട് നിരഗാത് പുരാത്, ആ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സുനീതാംഗസ്യ യാ പത്നി സുഷവേ വേനമുദ്ബണം യദ്ദൗശീല്യാത് സ രാജർഷിർ നിർവിണ്ണോ നിരഗാത് പുരാത്. അപ്പോൾ അംഗൻ്റെ പത്നി, ഭാര്യയായിരിക്കുന്ന സുനീത ആരോ അവൾ, ഉദ്ബണം മഹാദുഷ്ടനായിരിക്കുന്ന വേനനെ സുഷവേ പ്രസവിച്ചു. സ രാജർഷി, അംഗൻ എന്ന ആ രാജർഷി, യദ്ദൗശീല്യാൽ, ആ വേനൻ്റെ യാതൊരുവൻ്റെ അദുസ്വഭാവ നിമിത്തം നിർവിണ്ണ വിരക്തനായിത്തീർന്ന് പുരാത് രാജധാനിയിൽ നിന്നും നിരഗാത് ഇറങ്ങിപ്പോയി. കൂടി പറയാം. അംഗൻ്റെ പത്നി ഭാര്യയായിരിക്കുന്ന സുനീത ആരോ അവൾ, ഉദ്ബണം മഹാദുഷ്ടനായിരിക്കുന്ന വേനനെ സുഷവേ പ്രസവിച്ചു. സഹ രാജർഷി, ആ രാജർഷി ആയിരിക്കുന്ന അംഗൻ, യദ്ദൗശീല്യാൽ യാതൊരുവൻ്റെ ആ ദുസ്വഭാവ നിമിത്തം നിർവിണ്ണ വിരക്തനായിത്തീർന്ന് പുരാത് രാജധാനിയിൽ നിന്നും നിരഗാത് ഇറങ്ങിപ്പോയി. അതിലത്തെ അന്വയം വന്നിട്ട് അംഗസ്യ പത്നി സുനീതാഹയാ ഉദ്ബണം വേനം സുഷവേ സഹ രാജർഷി യദ്ദൗശീല്യാത് നിർവിണ്ണ പുരാത് നിരഗാത്. എന്നുകൂടി പറയാം. അംഗസ്യ പത്നി സുനീതായാ ഉദ്ബണം വേനം സുഷുവേ സഹ രാജർഷി യദ്ദൗശീല്യാത് നിർവിണ്ണ പുരാത് നിരഗാത്. അംഗൻ്റെ ഭാര്യയായിരിക്കുന്ന സുനീത ആരോ അവൾ, മഹാദുഷ്ടനായിരിക്കുന്ന വേനനെ പ്രസവിച്ചു. ആ രാജർഷി യാതൊരുവൻ്റെ ആ ദുസ്വഭാവ നിമിത്തം വിരക്തനായി തീർന്നിട്ട് ആ രാജധാനിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ അംഗൻ്റെ പത്നി ആയിരിക്കുന്ന സുനീത ക്രൂരനായിരിക്കുന്ന വേനനെ പ്രസവിച്ചു. വേനൻ്റെ ദുശ്ശീലം ഹേതുവായിട്ട് രാജർഷിയായിരിക്കുന്ന അംഗൻ വൈരാഗ്യം വന്നവനായിട്ട് രാജധാനി വിട്ട് ഇറങ്ങിപ്പോയി. സുനീത മൃത്യുദേവൻ്റെ പുത്രിയാണെന്ന് 39ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മൃത്യുപുത്രിയാണ് സുനീത എന്ന് പറയുന്നത്. സുനീത ആണ് അംഗൻ്റെ ഭാര്യ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ അംഗരാജാവിൻ്റെ ഭാര്യയായിരിക്കുന്ന സുനീത ഒരു പുത്രനെ പ്രസവിച്ചു. അവന് വേനൻ എന്ന് പേര്. അവൻ ഏവർക്കും ഭയം ജനിപ്പിക്കുന്ന സ്വഭാവമുള്ളവനായി തീർന്നു. പുത്രൻ്റെ ദുശ്ശീലം നിമിത്തം ആ രാജർഷിയായിരുന്ന അംഗരാജാവ് ദുഃഖാധിക്യത്താൽ സംസാര വിരക്തനായിട്ട് രാജ്യം വിട്ടുപോയി. അപ്പോൾ 18ാമത്തെ ശ്ലോകമാണ്. അംഗരാജാവിൻ്റെ ഭാര്യയായിരിക്കുന്ന സുനീത ഭയങ്കരനായിരിക്കുന്ന ഒരു പുത്രനെ പ്രസവിച്ചു. വേനൻ എന്നാണ് അവൻ്റെ പേര്. അവൻ എല്ലാവർക്കും ഭയം ജനിപ്പിക്കുന്നവനായിരുന്നു. ആ പുത്രൻ്റെ ദുശ്ശീലം നിമിത്തം ആ രാജർഷിയായിരുന്ന അംഗൻ ദുഃഖിതനായിട്ട് സംസാരവിരക്തനായിട്ട് രാജ്യം വിട്ടു പോയി. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് തത്ര അംഗസ്യ പത്നി, ആ അംഗൻ്റെ പത്നിയായിരിക്കുന്ന മൃത്യുവിൻ്റെ പുത്രിയായിരിക്കുന്ന സുനീത തത്ര അംഗസ്യ പത്നി മൃത്യുകന്യാ സുനീത നാമ, സുനീത എന്ന് പേരുള്ള അവൾ വേനം സുഷുവേ വേനനെ പ്രസവിച്ചു. യദ്ദൗശീലാൽ അദ്ദേഹത്തിൻ്റെ ദുശ്ശീലം കാരണം നിർവിണ്ണോ അംഗ പുരാത് നിരഗാത് നിർവിണ്ണനായിട്ട് വിരക്തനായിട്ട് ആ അംഗൻ രാജാവ് പുരാത് നിരഗാത് കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി വിട്ടുപോയി. അപ്പോൾ ഒന്നുകൂടി പറയാം. തത്ര അംഗസ്യ പത്നി,
ആ അംഗരാജാവിൻ്റെ പത്നിയായിരിക്കുന്ന മൃത്യുകന്യാ സുനീത, മൃത്യുവിൻ്റെ പുത്രിയായിരിക്കുന്ന സുനീത സുനീത എന്നു പേരുള്ളവൾ അവൾ വേനം സുഷുവേ, വേനനെ പ്രസവിച്ചു. യദ്ദൗശീല്യാത്, ആ വേനൻ്റെ ദുശ്ശീലങ്ങൾ കാരണം നിർവിണ്ണോങ്ക പുരാത് നിരകാത്, നിർവിണ്ണനായിട്ട് വിരക്തനായിട്ട് ആ അങ്കൻ ആ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് പോയി. അപ്പോൾ തത്ര അംഗസ്യ പത്നി മൃത്യുകന്യാ സുനീതാ നാമ സാ വേനം സുഷുവേ യദ്ദൗശീല്യാത് നിർവിണ്ണോങ്ക പുരാത് നിരകാത് ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.